അളിയാ ഇതുകൂടെ ഒന്ന് കടിച്ചു തരാമോ? അളിയാ നിന്റെ കയ്യിലൊരു മിഠായി ഇല്ലായിരുന്നു? ഓ അത് ഞാനൊരു വായിക്കോട്ട വരാൻ വേണ്ടി നോക്കിയിരിക്കുക. അതാകുമ്പോൾ ഇനി മിഠായി തിന്നാനായിട്ട് വാ പൊളിക്കണ്ടല്ലോ. ഞാൻ ഇന്നലെ ടി വി കാണാനായിട്ട് കസേരയിൽ വന്നിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഓർത്തെ റിമോട്ട് എടുത്തില്ല എന്ന്. അയ്യോ പിന്നെ കസേരയിൽ നിന്ന് എണീക്കണം, റിമോട്ട് എടുക്കണം. അയ്യോ ഇന്നലെ ഫോണും തോണ്ടിക്കൊണ്ട് കിടന്നതാ. ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. പിന്നെ ഇത് കുത്തണമെങ്കിൽ പ്ലഗിൻ്റെ അടുത്ത് വരെ പോകണമല്ലോ. ഞാൻ അതുകൊണ്ട് ഫോൺ പിന്നെ ചാർജ് ചെയ്തില്ല. എൻ്റെ പിന്നെ തലക്കിലാണ് പ്ലഗ് പോയിന്റ്. ഈ ഷൂവിൻ്റെ അകത്തേക്ക് ഉപ്പൂറ്റി കയറ്റി ഇടാൻ പെടുന്നൊരു പാട്. ഇവന്മാർക്ക് ഇതിന് ചുറ്റി ഒരു സിബ് പിടിപ്പിക്കുവാണെങ്കിൽ നമ്മൾ കാലം കിട്ടിട്ട് സിബ് അങ്ങിട്ട് വെച്ചാൽ പോരെ. ശരിയാ അളിയാ, ഇവന്മാരൊന്നും ശരിക്കും ഒരു പണിയും ചെയ്യുന്നില്ല അളിയാ. നമ്മളെ കൊണ്ട് വെറുതെ പണിയെടുപ്പിക്കാൻ വേണ്ടി ഈ കമ്പനിക്കാർ ഓരോ സാധനം കണ്ടുപിടിക്കുന്നതാ. ഹായ് ഹായ്. രാവിലെ തന്നെ ഒരു പണിയും ചെയ്യാതെ വെറുതെ വന്ന് ഇവിടെ ഇരിക്കുക. നിനക്കൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടാവില്ല? ഇതെന്നാ ചില്ലറ പണിയാണെന്നാ നിന്റെ വിചാരം? അങ്ങോട്ട് വന്നേ. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ വയ്യാത്തതുകൊണ്ട് ആ ചുമ്മാ ഇരിക്കുന്ന അത്ര പാടുള്ള പണിയാണ്. അതെ, നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഈ ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള പണിയാണ്. കുറച്ച് നേരം ചുമ്മാ ഇരുന്ന് നോക്കണം, അപ്പോൾ അറിയാം എന്നെ ബുദ്ധിമുട്ട്. അതിനെന്നെ അത്ര ബുദ്ധിമുട്ട്, ഞാനിരുന്ന് കാണിക്കാലോ. ആ ഇരിക്ക്, വെറുതെ ഇരിക്ക്. അതെ, ഈ കൈ ഒന്ന് പൊക്കി തന്നേ. താങ്ക്സ്. ഹലോ ഹലോ, സ്ഥലത്തിന്റെ ആൾക്കാർ ഇവിടെ വന്ന് നിപ്പുണ്ട്, വേഗം വാ. ആണോ? ദേ ഞാൻ വരാൻ പറ്റുമോന്ന് നോക്കട്ടെ. പറ്റില്ല, അതും ഒരു പണിയാളിയാ. മൂത്രം ഒഴിക്കണമെങ്കിലേ ഇതവിടെ വരെ പോണം. 2 മണിക്കൂറായിട്ട് മുള്ളാൻ മുട്ടിട്ട് ഞാൻ പിടിച്ചു വെച്ചിരിക്കുക. ഇറങ്ങാതെ അവിടെ ഇരുന്നു. പോണോന്ന് തോറ്റ് എന്നെ ഒന്ന് വെറുതെ വിടാവോ? ഞാൻ വേണമെങ്കിൽ ചിലവാശ് 1000 രൂപ തന്നേക്കാം, എന്നെ ഇന്ന് ഒഴിവാക്കി തരണം. 1000 രൂപ തന്നില്ലല്ലോ. അത് നാളെ രാവിലെ നീ കടയിലേക്ക് വന്നാൽ മതി. ഓ, നാളെ ഇനി കടയിലേക്ക് വരാനൊന്നും വയ്യ. ഒരു ഓട്ടോ വിളിച്ച് കൊടുത്തു വിട്ടാരെ. പൈസ മേടിക്കാൻ വരെ മടിയോ? സമ്മതിച്ചേക്കുന്നു. എടാ നേരെ സന്ധ്യയായി, വീട്ടിൽ പോയാലോ? ഓ, ഇനി വീട്ടിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് എണീക്കണം, നടക്കണം. അതൊക്കെ ഒരു പണിയാളിയാ. ശരിയാ, നീ ഒരു കാര്യം ചെയ്യേ. നിന്റെ അമ്മയോട് വിളിച്ച് പറ നമ്മളിന്ന് വരില്ലാന്ന്. എൻ്റെ അമ്മയോടും വിളിച്ച് പറയണം. പിന്നെ നാളെ രാവിലത്തേക്കുള്ള ഫുഡ് അച്ഛൻ്റെ കൈ കൊടുത്തു വിടാനും പറഞ്ഞേക്കണം. ഒരു പണി നീ വിളിച്ചു പറ. നീ പറയാളിയാ, നീ വിളിക്ക്. നീ പറയടാ, വയ്യ പണി അതൊക്കെ. നിനക്ക് വിളിച്ചാന്നാ? എടാ നിന്നോടല്ലേ പറയാൻ പറഞ്ഞേ. വേറെ ഒന്നും കൊണ്ടല്ല, വഴക്കിടാനും വയ്യ, അതും ഒരു പണിയാണ്. അതെ